ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ്. നമുക്ക് മുന്നിൽ വളരെ ദൂരെയായിട്ട് MSC ഇവ നമുക്ക് കാണാൻ സാധിക്കും. വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് MSC ഇവ 366 മീറ്റർ നീളമുള്ള MSC ഇവ വരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. വളരെ ദൂരെയായിട്ട് MSC ഇവ നമുക്ക് കാണാൻ സാധിക്കും. MSCയുടെ ബാഡ്ജിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാണ് കപ്പൽ തിരിഞ്ഞ് കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് കപ്പൽ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ വ്യൂവിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കപ്പൽ തൊട്ടടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ ദൃശ്യം ഇവിടെ നിന്നും കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് MSC ഇവയെ പോർട്ടിന് അകത്തോട്ട് അടുപ്പിക്കുന്നതിന് പോർട്ടിലെ പൈലറ്റായ തുഷാർ അദ്ദേഹത്തിൻ്റെ ടീം ടഗ് ബോട്ടിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. നമുക്ക് ടഗ് ബോട്ടും ഈ പറയുന്ന MSC ഇവയും ഒരേ ഫ്രെയിമിൽ തന്നെ കിട്ടും. നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് ടഗ് ബോട്ട് കടന്നു പോകുന്നത്. വളരെ വേഗം തന്നെ ആ പോർട്ടിനകത്തോട്ട് നമ്മുടെ MSC ഇവ പ്രവേശിക്കുന്നതായിരിക്കും. വളരെ ദൂരെയായിട്ടാണ് MSC ഇവയുള്ളത്. നമുക്ക് കപ്പൽ ചാലിനടുത്തോട്ട് വന്നതിന് ശേഷം കപ്പൽ തിരിയുന്ന ആ പോർഷൻ, ഞാൻ ഈ കാണുന്ന ഈ പോർഷനിലാണ് കപ്പൽ തിരിയുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. MSC ഇവയും പൈലറ്റിൻ്റെ ടഗ് ബോട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കുന്നത് രണ്ട് ടഗ് ബോട്ടുകളുടെയും MSC ഇവയും കാണാൻ സാധിക്കും. നിലവിൽ 3 ടഗ് ബോട്ടുകളാണുള്ളത്. ഡോൾഫിൻ 27, ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35. ഇനി ഒരു ടഗ് ബോട്ട് ഓഷ്യൻ പ്രസ്റ്റീജ്. പക്ഷേ ഇപ്പോൾ നിലവിൽ 3 ടഗ് ഉള്ളത്. അതിൽ ഒരു ടക്കാണെങ്കിൽ നമ്മുടെ ഈ പോർട്ടിലെ പൈലറ്റിനെ ആ കപ്പലിലേക്ക് കൊണ്ടുപോയ ഒരു ടഗ് ബോട്ട് കപ്പലിനോട് ചേർന്ന് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയാലാണ് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 2 ടഗ് ബോട്ടും MSC ഇവയും നമുക്ക് മുന്നിലൂടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പറയുന്ന ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കപ്പൽ ചാല് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കപ്പൽ നമ്മളെ കണ്ടതുപോലെ തിരമാലകളെ കീറി മുറിച്ച് വളരെ വേഗത്തിൽ MSC ഇവ കപ്പൽ ചാലിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഇപ്പോൾ കപ്പലിൻ്റെ നിയന്ത്രണം നമ്മുടെ ഈ പോർട്ടിലെ പോർട്ടിലെ പൈലറ്റായ നമ്മുടെ തുഷാർ അദ്ദേഹത്തിൻ്റെ ടീമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കപ്പലിൻ്റെ കൺട്രോൾ ഉള്ളത്. ഇനി നമുക്ക് കപ്പൽ ഇവിടെ വന്നതിന് ശേഷം ഈ 2 ടഗ് ബോട്ടുകളായിട്ട് ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമായിരിക്കും കപ്പൽ ചാലിലൂടെ നമ്മളെ പോർട്ടിലേക്ക് പോകുന്നത്. അതിന് വളരെ ദൂരെ നിന്നും കപ്പൽ വരുന്നതാണ് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ചെറിയ കപ്പലല്ല, ഒരു മദർ വെസൽ തന്നെയാണ്. ഏതാണ്ട് 366.1 മീറ്റർ നീളവും 51.2 മീറ്റർ ബീമും, അതായത് വീതിയുമുള്ള കപ്പൽ തന്നെയാണ്. 17.5 മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 13.9 മീറ്ററാണ്. എനിക്ക് തോന്നുന്നു ഡ്രാഫ്റ്റ് കുറവാണെങ്കിൽ കപ്പൽ ഫുള്ളല്ല. നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഡക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. കുറച്ചുകൂടി അടുത്ത് വന്നാൽ കുറച്ച് വ്യക്തമായിട്ട് നമുക്ക് കപ്പലിൻ്റെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കും. ഡക്കുകൾ ഫില്ലാണോ ഇതെല്ലാം അറിയാൻ സാധിക്കും. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കപ്പൽ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം കൊളംബോ ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്കാണ് കപ്പൽ പോകുന്നത്. നമ്മുടെ മുംബൈ JNPT നിന്നാണ് ഈ കപ്പൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. ധാരാളം ആളുകളാണ് നമ്മൾ ഈ കാണുന്ന പോലെ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും കപ്പൽ കാണാൻ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു ജനക്കൂട്ടം തന്നെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഞാനും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ മൊബൈലിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരു ആഘോഷ നിമിഷം തന്നെയാണിത്. നമ്മുടെ വിഴിഞ്ഞത്ത് നമ്മൾ ഈ കണ്ട ഓണത്തിൻ്റെ സമ്മാനമായിട്ട് MSCയുടെ തന്നെ ജെറാൾഡൻ പോയതിന് ശേഷം ധാരാളം ആൾക്കാർക്ക് വിഴിഞ്ഞത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി സാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാലും കൂടുതൽ ആൾക്കാർക്ക് ടൂറിസ്റ്റിൻ്റെ ഡെസ്റ്റിനേഷൻ പോലെ നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് പോകുന്ന കപ്പലുകളെ കൂടി കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് ധാരാളം പേരിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ MSCയുടെ ഇവ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ നിലവിലെ ഈ പറയുന്ന കപ്പൽ ചാലിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ഏറ്റവും അടുത്തുള്ള വിഷ്വലിലൂടെ തന്നെയാണ് കപ്പൽ കടന്നു പോകുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കപ്പലിനെ കാണാവുന്ന വിധത്തിലാണ് നമുക്ക് കടന്നു പോകുന്നത്. നല്ലൊരു വ്യൂ തന്നെയാണ്. കപ്പൽ വളരെ സാവധാനം നമ്മുടെ ഈ പറയുന്ന കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നമുക്ക് 3 ടഗ് ബോട്ടുകളെയും കാണാൻ സാധിക്കും. ഈ പറയുന്ന ഡോൾഫിൻ 35ഉം ഡോൾഫിൻ 28ഉം ഈ പറയുന്ന ഡോൾഫിൻ 27 അങ്ങനെ 3 ടഗ് ബോട്ടുകളെയും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് അടുത്തുള്ള വിഷ്വലിലേക്ക് നോക്കാം.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് കപ്പൽ ചാലിലേക്ക് MSC ഇവ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഷിപ്പ് ഈ ഭാഗത്തു നിന്ന് തിരിഞ്ഞു പോകുന്ന കാഴ്ച. അതുമാത്രമല്ല, ഷിപ്പിന്റെ നീളമാവട്ടെ 366.1 മീറ്ററും ഷിപ്പിന്റെ ബീം ആവട്ടെ അല്ലെങ്കിൽ വീതി ആവട്ടെ 51.2 മീറ്ററും ഷിപ്പിന്റെ ഡെപ്ത് ആവട്ടെ 29.9 മീറ്ററും ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് 17.5 മീറ്റർ 10,000 കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ശേഷിയുള്ള കപ്പലാണ് MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിപ്പിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 13.9 മീറ്ററാണ്. MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ കപ്പൽ ചാലിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് MSC ഇവയെ കൊണ്ടുവരുന്നതിന് 3 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഡോൾഫിൻ 35, ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28 ഇങ്ങനെ 3 ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ തൊട്ടു മുന്നേ കടന്നുപോയ MSC സൂപ്പർ 7 ആവട്ടെ, അതുമാത്രമല്ല സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പലായ ക്ലോഡ് ജെറാർഡ് MSC ക്ലോഡ് ജെറാർഡ് വന്നതിന് ശേഷം നമ്മൾ ഈ വരുന്ന MSC ഇവയാവട്ടെ നമ്മുടെ MSC ഡയലയും MSC ഓറിയോണും MSC കൈലിയോടും അതിനോട് ചേർന്ന് നിൽക്കുന്ന കപ്പലാണ് MSC ഇവ എന്ന് പറയുന്നത്. നിലവിൽ MSC ഡയല ആവട്ടെ ഏതാണ്ട് 365 മീറ്ററും MSC ഓറിയോൺ 366 മീറ്ററും MSC കൈലി ആവട്ടെ 366 മീറ്ററുമാണ്. അതായത് MSC ഡയല 365 നിലവിൽ 8 മീറ്ററാണ്. ഇത് ഏതാണ്ട് സൈസ് MSC ഡയലയും MSC ഓറിയോണും MSC കൈലിയും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം. ഈ MSC ഓറിയോണും MSC കൈലിയും തമ്മിൽ ഏതാണ്ട് ഒരേ ലെന്ത് തന്നെയാണ് ഉള്ളത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ ബീമാവട്ടെ MSC ഡയലയ്ക്ക് ഏതാണ്ട് 51.2ഉം MSC ഓറിയോൺ 51 മീറ്ററും നിലവിൽ MSC കൈലി ആവട്ടെ 51 മീറ്ററുമാണ്. MSC ഇവ 51.2 മീറ്ററാണ്. ഏതാണ്ട് സെയിം തന്നെയാണ്. അത് മാത്രമല്ല, ഷിപ്പിന്റെ ഡെപ്ത് ആവട്ടെ 29 തന്നെയാണ് ഈ 3 ഷിപ്പുകൾക്കും വരുന്നത്. അല്ല, 4 ഷിപ്പുകൾക്ക് MSC ഇവ, MSC ഡയല, MSC ഓറിയോൺ, MSC കൈലി ഈ 3 ഷിപ്പുകൾക്കും ഡെപ്ത് സെയിം തന്നെയാണ്. ഡ്രാഫ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഡ്രാഫ്റ്റ് MSC ഇവയ്ക്ക് നമ്മുടെ മുന്നിലൂടെ പോകുന്ന MSC ഇവയ്ക്ക് മാക്സിമം ഡ്രാഫ്റ്റ് 17.5ഉം MSC ഡയലയ്ക്ക് 17.5, MSC ഓറിയോൺ 16.5, MSC കൈലി ഏതാണ്ട് 16.5. അതിനൊക്കെ ചെറിയൊരു ഡ്രാഫ്റ്റ് വ്യത്യാസമാണ് MSC ഇവയ്ക്കുള്ളത്. കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം തന്നെയാണ് MSC ഇവ. ഏതാണ്ട് 10,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി മാത്രമുള്ള ഷിപ്പാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്ന MSC ഇവ. 16/9/2010 നമ്മുടെ ഈ വലിയ ഷിപ്പ് നിർമ്മിച്ചത്. ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല കാറ്റാണ് ഇവിടെ. പക്ഷെ എന്നാൽ ഈ ഒരു വ്യത്യസ്തമായ വ്യൂ എന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നിന്നല്ല, ഒരു വെറൈറ്റി. അതായത് ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്ന MSC ഇവയുടെ വീഡിയോ പുറത്ത്. അത് മാത്രം നമുക്ക് 2 ടഗ് ബോട്ടുകളിൽ നമ്മൾ ഈ മുന്നേ പോകുന്ന ടഗ് ബോട്ടും വളരെ ബാക്കിലേക്ക് പോകുന്നത്. അതായത് ഡോൾഫിൻ 27ഉം ഡോൾഫിൻ 28ഉം ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് ഷിപ്പിനെ നമ്മുടെ ഈ പറയുന്ന കപ്പൽ ചാലിലൂടെ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കപ്പലിനെ അടുപ്പിക്കുന്നത്. ഹെവി റോപ്പ് ടൈ ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കപ്പൽ പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. MSC ഇവ ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. MSC എന്നുള്ള ബാറ്റിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിലവിലെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 13.9 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. 17.5 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നർ കപ്പാസിറ്റി നമ്മൾ പല ഡെക്കുകളും വേക്കൻ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. കാരണം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC കൈലിയും നിലവിൽ MSC ക്ലൗഡ് ജെറാർഡും അൺലോഡ് ചെയ്ത് കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് തന്നെയായിരിക്കും MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. ഇതൊരു മദർ ഷിപ്പ് കാറ്റഗറിപ്പെടുന്ന ഷിപ്പ് തന്നെയാണ്. വളരെ സാവധാനമാണ് കപ്പൽ ചാലിലേക്ക് തിരിഞ്ഞ് പ്രവേശിക്കുന്ന കാഴ്ച. അതും വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ, ആഴിമല ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഞാനൊന്ന് റൂമൗട്ട് ചെയ്തൊന്ന് കാണിക്കാം. ഉണ്ടോ, ധാരാളം ആൾക്കാരാണ് നമ്മൾ ഈ ആഴിമല ഭാഗത്ത് നമ്മുടെ ഷിപ്പ് കാണാനായിട്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പലരായിട്ട് ചോദിക്കുന്നൊരു ഷിപ്പ് കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ എന്ന് തന്നെ പറയേണ്ടി വരും. അത് വളരെ മനോഹരമായ വ്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 2 ടഗ് ബോട്ടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ടഗ് തൊട്ടപ്പുറത്തായിരിക്കും. അങ്ങനെ 3 ടഗ് ബോട്ടുകൾ അകമ്പടിയോടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന MSC ഇവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കപ്പലിനകത്ത് പല ഡെക്കുകളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. കാരണം നമ്മുടെ പോർട്ടിലെ അൺലോഡ് ചെയ്ത ധാരാളം കണ്ടെയ്നർ പോർട്ടുണ്ട്. ആ കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് തന്നെയാണ്
MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് ഇവിടെ തിരിഞ്ഞു നീങ്ങുന്നത്. ആ തിരിഞ്ഞു നീങ്ങുന്ന കാഴ്ച വളരെ മനോഹരം തന്നെയാണ്, എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത്. അതായത് MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന 10ാമത്തെ കപ്പലാണ് MSC ഇവ. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പൂർണ്ണമായിട്ടും നമുക്ക് ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് ഈ ഫ്രെയിമിൽ തന്നെ കിട്ടുന്ന വിധത്തിലാണ് ഞാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വ്യൂ നിന്നെടുത്ത അതേപോലെ തന്നെയാണ് ഈ വ്യൂവും വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതായിരിക്കും. കുറച്ചുകൂടി അടുത്ത ഷിപ്പ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2 ഡക്ക് ബോട്ടുകളെയും വളരെ വ്യക്തമായിട്ട് കണ്ട് നമ്മുടെ പോർട്ടിലെ കപ്പൽ ചാലിലേക്ക് കടക്കുന്ന MSC ഇവയെയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നമ്മൾ ഈ കാണുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കപ്പലിന്റെ ഡെക്ക് പോർഷൻ കാണാൻ സാധിക്കുന്നു. ഈ ഭാഗത്തെല്ലാം വളരെ വേക്കൻറ്റ് തന്നെയാണ്. കപ്പലിന്റെ ക്യാപ്റ്റനും ഇപ്പോൾ നിലവിലെ പോർട്ടിലെ പൈലറ്റുമുള്ള കാണുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഹെവി ഇൻഫർമേഷൻ സെറ്റപ്പ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇതാണ് കപ്പലിലെ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തൊക്കെയാണ് നമ്മുടെ കപ്പൽ ജീവനക്കാർക്ക് താമസിക്കാനും ഏറ്റവും മുകളിലായിട്ട് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള കപ്പലിലെ സ്റ്റാഫുകൾ നിൽക്കുന്ന സ്ഥലം. ഏതാണ്ട് 16/9/2010 നിർമ്മിച്ച ഷിപ്പാണ് MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കിടക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഫ്രെയിമിൽ നിറഞ്ഞു പോകുന്ന MSC ഇവയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ച. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കപ്പൽ ചാലിലൂടെ നീങ്ങുന്ന കപ്പലിനെയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് വളരെ ദൂരെയായിട്ട് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ. കപ്പലിന്റെ ഡെക്കെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഇതാ ഫ്രണ്ടിലൊരു ഡെക്ക് ബോട്ട് നമുക്ക് ടൈ ചെയ്ത ഡെക്ക് ബോട്ടിനെ കാണാൻ സാധിക്കും. വളരെ സാവധാനം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കപ്പൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തു നിന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നാൽ കപ്പലിനെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കപ്പൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആഴിമല ഭാഗത്തു നിന്നാൽ കപ്പലിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ ടച്ച് ചെയ്യുന്നതിനാൽ കപ്പൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന പോർട്ടിനകത്ത് വന്നതിന് ശേഷം ഷിപ്പ് തിരിഞ്ഞതിന് ശേഷമാണ് ബെർത്തിങ്ങിലേക്ക് പോവുക. നമ്മുടെ മുന്നിലൂടെ പോകുന്ന MSC ഇവ. നമുക്കിനി പോർട്ടിലടുത്ത വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് 2 ഡക്ക് ബോട്ടുകളെയും വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 28. അതിൽ ഹെവി റോപ്പ് ടൈ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെയും ഇടയിലാണ് MSC ഇവ ഉള്ളത്. ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള MSC ഇവ, ഏതാണ്ട് 51.2 മീറ്റർ ബീം എന്ന് പറയുന്ന വിഡ്ത്ത്, ഏതാണ്ട് 17.5 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റാണ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 13.9 മീറ്ററാണ്. 10,000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്ക് എവിടെ നിന്നും ഷിപ്പ് തിരിയുമോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ ഈ ബെർത്തിൻ്റെ പോർഷനിലേക്ക്, അതായത് നമ്മുടെ MSCയുടെ ക്ലൗഡ് ജെറാർഡ് വന്നതുപോലെയാണോ എന്ന് ഒരിക്കലും വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഏതായാലും തിരിയുമെങ്കിൽ അതൊരു നല്ല കാഴ്ച തന്നെയായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ വളരെ സാവധാനം നമ്മുടെ MSC ഇവ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഷിപ്പിനെ പ്രഷർ ചെയ്ത് കൊടുത്ത്
ടഗ് ബോട്ടുള്ള പ്രഷർ കാരണം ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു കാഴ്ച നമുക്ക് ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളിതാ ഷിപ്പിൻ്റെ അടുത്തുകൂടി പോകുന്ന ലോറി ആവട്ടെ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലുള്ള 10 മീറ്റർ റോഡിന് ആവശ്യമായിട്ടുള്ള ഹെവി സ്ലാബുകൾ കൊണ്ടുപോകുന്നതിനാണ് ഈ ലോറി പോയിട്ടുള്ളത്. ഷിപ്പ് ഇതാ വളരെ സാവധാനം തിരിഞ്ഞു വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 27, 28, ഡോൾഫിൻ 35 ഇങ്ങനെ 3 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC ഇവ ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള MSC ഇവ തിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 51.2 മീറ്ററാണ് ബീം, 17.50 മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് ആവട്ടെ 13.9 10,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ശേഷിയുള്ള MSC ഇവ ഇപ്പോൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിൽ നിന്നും തിരിയുന്ന കാഴ്ച നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് ഷിപ്പ് തിരിയുന്നത്. കാരണം ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ആവട്ടെ 13.9 മീറ്ററാണ്. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചിടത്തോളം 13.9 മീറ്റർ എന്ന് പറഞ്ഞാൽ MSCയുടെ തന്നെ ഏറ്റവും വലിയ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പായ ക്ലൗഡ് ജെറാൾഡിന് 16.5 മീറ്റർ ഉള്ള ഷിപ്പ്, ഡ്രാഫ്റ്റുള്ള ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും വളരെ അനായാസന തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MSC കൈലി വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തു നിന്നും ഇത്ര തന്നെ സൈസുള്ള MSC കൈലി 16.5 മീറ്ററുള്ള ഷിപ്പ് വളരെ അനായാസന തിരിഞ്ഞു പോയെങ്കിൽ 13.9 മീറ്ററുള്ള ഷിപ്പിന് വളരെ ഈസി ആയിട്ട് തിരിയാൻ സാധിക്കും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ. കാരണം ഷിപ്പ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 18 മുതൽ 22 മീറ്റർ വരെ ആഴക്കടൽ പോർട്ടാണ്. ആഴമുണ്ട് ആ പോർട്ടിന്. അതിനാൽ ഷിപ്പ് വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ചെറിയ ഷിപ്പല്ല, മദർ വെസൽ തന്നെയാണ്. നമുക്ക് MSC ഡയലയും MSC ഓറിയോണും MSC കൈലിയോടും ചേർത്ത് വിൽക്കാൻ പറ്റുന്ന നീളവും ബീമും ഉള്ള ഷിപ്പ് തന്നെയാണ് MSC ഇവ. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റിയാണ് 10,000 TUV ആണെങ്കിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിലും ബീമിൻ്റെ കാര്യത്തിലും നമ്മുടെ ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിലും ഡെപ്തിൻ്റെ കാര്യത്തിലും എല്ലാം സെയിം തന്നെയാണ്. ഈ 3 കപ്പലുകളും MSC ഡയല, MSC ഓറിയോൺ, MSC കൈലി, MSC ഇവ, ഈ 4 കപ്പലും ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. ഷിപ്പ് നമ്മുടെ മുന്നിൽ തിരിയുന്ന കാണാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന 10ാമത്തെ ഷിപ്പാണ് MSC ഇവ. ആദ്യമായി വന്ന ഷിപ്പ് സാൻ ഫെർണാണ്ടോ, 2ാമത് ഷിപ്പ് മരീൻ അസൂർ, 3ാമത് ഷിപ്പ് നാവിയസ് ടെമ്പോ, 4ാമത് ഷിപ്പ് MSC ഡയല, 5ാമത് ഷിപ്പാവത്തെ MSC അഡൂഫൈ, 6ാമത് ഷിപ്പ് MSC ഓറിയോൺ, 7ാമത് ഷിപ്പാവട്ടെ MSC കൈലി, 8ാമത് ഷിപ്പാവട്ടെ MSCയുടെ തന്നെ MSC സൂപ്പർ 7, 9ാമത് ഷിപ്പാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നതിൽ ഏറ്റവും വലിയ ഷിപ്പ്, സൗത്ത് ഏഷ്യയിൽ ഇതുവരെ ഒരു പോർട്ടിൽ കയറാമത്തെ ഷിപ്പ് MSC ക്ലൗഡ് ജെറാൾഡ്. അത് കഴിഞ്ഞാൽ 10ാമത് ഷിപ്പാണ് നമുക്ക് മുന്നിലുള്ള MSC ഇവ. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു വരുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഷിപ്പ് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ബെർത്തിന് പേരലായിട്ട് ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഷിപ്പ് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു വന്നിരിക്കുന്നു. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന 10ാമത്തെ ഷിപ്പാണ് MSC ഇവ. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഡക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഡക്കെല്ലാം ഫ്രീ ആണ്. 13.9 മീറ്ററാണ് ഷിപ്പിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഡ്രാഫ്റ്റ്. യഥാർത്ഥത്തിൽ 17.50 ആണ് ഷിപ്പിൻ്റെ ഒറിജിനൽ ഡ്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന
വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും അൺലോഡ് ചെയ്ത് വെച്ച MSC കൈലിയുടെയും MSC ക്ലൗഡ് ജെറാർഡിൻ്റെയും കണ്ടെയ്നറുകൾ ധാരാളം ഇവിടെയുണ്ട്. കൂടുതലായുമുള്ളത് MSC കൈലി, MSC ഓറിയൻ, MSC ഡൈല, ഈ 3 ഷിപ്പുകളുടെയും കണ്ടെയ്നറുകൾ ഈ ഭാഗത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ വന്ന ഷിപ്പ് തന്നെയായിരിക്കും MSC ഇവ. MSC ഇവ ഒരു മദർ ഷിപ്പ് തന്നെയാണ്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് പൂർണ്ണമായി തിരിഞ്ഞു വന്നിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിൽ ഇനി ഇതുപോലുള്ള ധാരാളം ഷിപ്പുകളാണ്, 6 ഷിപ്പുകളാണ് നിലവിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പിൻ്റെ ഈ ഭാഗത്ത് ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം നമ്മുടെ ടഗ് ബോട്ടുകൾ പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ വന്നതിന് ശേഷം അടുത്ത ഷിപ്പ് പോകുന്നത് കൊളംബോ പോർട്ടിലേക്കാണ് പോകുന്നത്. ശ്രീലങ്കയുടെ കൊളംബോ പോർട്ട്. ഈ കൊളംബോ പോർട്ട് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കാരണം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ കാണുന്ന ക്രെയിനുകൾ കൊണ്ടുവന്ന ഷെൻഹുവ സീരീസിലുള്ള കപ്പലുകളെല്ലാം കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ടിന്റെ അടുത്തുകൂടിയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴേ മുതലേ നമ്മൾ പറയുന്നുണ്ട് കൊളംബോ പോർട്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും വിഴിഞ്ഞം പോർട്ടിലെ ഏത് വീഡിയോ കാണുന്നവർക്കും വളരെ പരിചിതമായ ആ പേര് തന്നെയാണ് കൊളംബോ ഇന്റർനാഷണൽ സീപോർട്ട്. കപ്പലിനെ പുള്ളി എന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഹെവി ടെക് ഉപയോഗിച്ച് നമ്മുടെ MSC ഇവ 366 മീറ്റർ നീളമുള്ള MSC ഇവേനെ വിഴിഞ്ഞം പോർട്ടിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി, പോർട്ടിനകത്ത് തിരിക്കുന്നതിന് വേണ്ടി പുള്ളി എന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഏതാണ്ട് 1 കിലോമീറ്റർ 950 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അതിനാൽ ഇതുപോലുള്ള 2 ഷിപ്പുകൾക്ക് ഒരേ സമയം വളരെ ഈസി ആയിട്ട് തിരിയാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതും. ഇപ്പോൾ ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. വളരെ സാവധാനമാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടഗ് ബോട്ടിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ടഗ്ഗെല്ലാം തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഷിപ്പ് തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും വളരെ അനായാസന 13.9 മീറ്റർ ആഫ്റ്ററുള്ള ഷിപ്പ് വളരെ അനായാസന തിരിയുന്ന കാഴ്ച. MSC കൈലി ആവട്ടെ ഏതാണ്ട് 16.5 മീറ്റർ ആഫ്റ്ററുള്ളപ്പോൾ വളരെ ഈസി ആയിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും തിരിഞ്ഞ് ബെർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ MSC ഇവയ്ക്ക് അതിലും അനായാസമായിട്ട് തിരിയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഓരോ പ്രാവശ്യം ഷിപ്പ് തിരിയുന്നതിൻ്റെ സ്പീഡും കൂടിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ആദ്യമായി ഷിപ്പ് വന്നതിനെക്കാട്ടിയും സ്പീഡ് കൂടുതലാണ് ഓരോ ഷിപ്പ് വരുമ്പോഴും. വളരെ എളുപ്പമാണ് ഷിപ്പ് തിരിഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ ഈ കാണുന്നത്. MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു വരുന്നൊരു കാഴ്ച. ഇത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. MSC ഇവയോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് MSC ഡൈല, MSC ഓറിയോൺ, MSC കൈലി, ഈ 3 ഷിപ്പുകളും ലെന്തിൻ്റെ കാര്യത്തിലായാലും ബീമിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന നിലവിലെ ഡ്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും ഡെപ്തിൻ്റെ കാര്യത്തിലായാലും ഏതാണ്ട് സെയിം തന്നെയാണ്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് MSC ഇവയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് കണ്ടെയ്നർ കപ്പാസിറ്റി മാത്രമാണ് ഇതിൽ കയറ്റാൻ സാധിക്കുന്നത്. ഏതാണ്ട് 10,000 TEU. ബാക്കി എല്ലാ കപ്പലുകളും 14,000, 15,000, 15,267 കണ്ടെയ്നർ. ഇതിൽ വളരെ കുറച്ച് മാത്രമാണ് കയറ്റാൻ സാധിക്കുള്ളൂ. ഏതാണ്ട് 16/9/2010 നിർമ്മിച്ച ഷിപ്പാണ് MSC ഇവ. പോർട്ടിൽ നിന്നും തിരിയുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും ഓരോ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് ഷിപ്പ് ഇവിടെ തിരിയുന്നതും ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ളതും ആ ഷിപ്പ് പോർട്ടിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയും വളരെ മനോഹരമായ കാഴ്ചയാണ്. MSC സൂപ്പർ 7 വന്ന സമയത്ത് നിലവിൽ ഇതൊരു ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് ആ ഷിപ്പ് തിരിഞ്ഞു പോയത്. ഇപ്പോൾ വളരെ വളരെ വേഗത്തിലാണ് ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നത്.
നമുക്ക് കാണാൻ സാധിക്കും. വളരെ വേഗത്തിൽ ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. ഏതാണ്ട് 366 മീറ്റർ നീളമുള്ള ഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന MS ഇവ. ആ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് തിരിഞ്ഞത്. പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ പോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം എത്രയാണ്, എത്ര സമയമാണ്, എത്ര മണിക്കൂറാണ് ചോദിക്കുന്നവരുടെയൊക്കെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന എല്ലാം ട്രയൽ റണ്ണാണ്. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടേൺ അറൗണ്ട് ടൈം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഒരു ബെറ്ററായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓരോ ഷിപ്പ് വരുമ്പോഴും വളരെ വേഗത്തിലാണ് ഷിപ്പ് ബെർത്തിലേക്ക് അടുക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ STS ക്രെയിൻ ഉപയോഗിച്ച് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് നടത്തി വളരെ വേഗം ഷിപ്പിൽ നിന്ന് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങൾ നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ആ പോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം നോക്കിയിട്ട് തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന ട്രയൽ റൺ കഴിയുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ സീ പോർട്ടിനോട് മത്സരിക്കാൻ കണക്കാക്കി നമ്മുടെ പോർട്ടിൻ്റെ ടേൺ അറൗണ്ട് ടൈം പൂർണ്ണമായിട്ടും വ്യത്യാസം വരും. കാരണം നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ്. അതിനാൽ ധാരാളം മദർ ബസ്സിലും ധാരാളം ഫീഡർ ബസ്സിലുമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ 6 ഷിപ്പ് തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന MSC ഇവ അല്ലെങ്കിൽ MS ഡൈല അല്ലെങ്കിൽ MS ഖെയ്ലി അങ്ങനെ ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിന് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോർട്ടിൽ വരുമ്പോൾ തന്നെ വളരെ ദൂരെയായിട്ട് നമ്മൾ കപ്പൽ കാണും. ആ സമയത്ത് തന്നെ അതേ സ്ഥലത്ത് കൂടി ധാരാളം കപ്പലുകൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടുള്ളത്. ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടുള്ളത്. അതിനാൽ ധാരാളം ഷിപ്പുകളാണ് അതുവഴി കടന്നു പോകുന്നത്. ഒരു എമർജൻസിക്ക് ഏറ്റവും അടുത്തുള്ള പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പോർട്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്. കാരണം ഒരു രാത്രി ഇവിടെ ഒരു എമർജൻസിക്ക് ഒരു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഷിപ്പിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ആ ഷിപ്പ് ഹോസ്പിറ്റൽ എമർജൻസി ആയിട്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് അടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ നമ്മൾ ഈ കാണുന്ന കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഒരത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തേണ്ട പോർട്ട് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള പോർട്ട് അത് വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് MS ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തു നിന്നും ബെർത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കപ്പലിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കാണുന്ന PO ബിൽഡിങ്ങും നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറാണ് യാർഡ് പോർഷനിൽ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഡിസ്ചാർജ് വെച്ചിട്ടുള്ളത്. MSC കൈലിയുടെയും MSC ഓറിയോൻ്റെയും MSC ഡൈലയുടെയും കണ്ടെയ്നർ ഈ യാർഡിനകത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന MS ഇവയാവട്ടെ ഡെക്കുകളെല്ലാം ഫ്രീ ആയിട്ട് വന്നതുപോലെ തോന്നുന്നു. നിലവിൽ 13.9 മീറ്റർ ഡ്രാഫ്റ്റാണ് നിലവിലുള്ളത്. മാക്സിമം ഡ്രാഫ്റ്റ് 17.5 മീറ്ററും. അപ്പോൾ ഇവിടെ നിന്നും ഈ വലിയൊരു മദർഷിപ്പ് നമ്മൾ ഈ കാണുന്ന പോലെ ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലേക്ക് കണ്ടെയ്നർ കയറ്റുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ വളരെ വളരെ വേഗത്തിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു സ്പീഡുണ്ട്. നമ്മുടെ ഈ ബെർത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ പറയുന്ന ടക്ക് ബോട്ടുകളെയും ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കില്ല. കാരണം ഷിപ്പ് വളരെ സാവധാനം പോർട്ടിനകത്തൂടി ഒഴുകി നീങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന 10ാമത് ഷിപ്പാണ് MS ഇവ. നമ്മൾ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്ത ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിനുശേഷം സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അവസാന ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് ഓരോന്നും നിങ്ങൾ ഏത് ഭാഗത്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കമൻ്റ് ആയിട്ട് അയച്ചാൽ തീർച്ചയായിട്ടും ആ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും വീഡിയോ ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എപ്പോഴും വരുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. അത് നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ അപ്പുറത്തൊരു വശമാണ്. അതേ പോർട്ടിലേക്ക് ഷിപ്പ് കയറുന്നും ആ വീഡിയോയിൽ കിട്ടും. പക്ഷേ ഇന്ന് അവിടെ പോയില്ല. വ്യത്യസ്തമായ വീഡിയോയിലൂടെ നമുക്ക് മടുക്കാതെ തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന ഷിപ്പുകളെ കാണാൻ
ഒരു ക്യൂരിയോസിറ്റി എന്നെപ്പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് പുതുതായിട്ട് വീഡിയോ ഓരോ കപ്പലും വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷനും, വിഴിഞ്ഞം പോർട്ട് അപ്ഡേഷൻ, അതുമാത്രമല്ല കപ്പലുകളുടെ സ്റ്റാറ്റസും, നമ്മൾ ഈ പറയുന്ന ട്രാക്ക് ചെയ്യുന്ന കപ്പൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷവും തീർച്ചയായിട്ടും തോന്നും. അതാണ് ഓരോ ഷിപ്പും വരുമ്പോഴും നമ്മളിവിടെ ഓടിയെത്തുന്നത്. MSC ഇവ വിഴിഞ്ഞം പോർട്ടിലേക്ക് ബർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് ബർത്തിലേക്ക് അടുക്കുന്നു. ആ ഒരു മനോഹരമായ കാഴ്ച. ഇപ്പോൾ MSC ഇവയെ നമുക്ക് കുറച്ചുകൂടി അടുത്തു നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബർത്തിലേക്ക് ചേർന്ന് വരുന്ന MSC ഇവയാണ് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 366 നീളമുള്ള MSC ഇവയാവട്ടെ 51.2 മീറ്റർ ബീം മീൻസ് വീതിയും 29.9 മീറ്റർ ഡെപ്തും 17.5 മീറ്റർ ഡ്രാഫ്റ്റും ഇപ്പോൾ നിലവിൽ 13.9 മീറ്ററാണ്. 10,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുമുള്ള MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നും ബർത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. സാവധാനമാണ് MSC ഇവ നമ്മൾ ഈ കാണുന്ന ബർത്തിലേക്ക് അടുക്കുന്നത്. 3 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് MSC ഇവ. എല്ലായ്പ്പോഴും 3 ടക്ക് ബോട്ടുകൾ തന്നെയാണ് കാണുക. പിന്നെ ഒരു ടക്ക് ബോട്ടുണ്ട്, ഓഷ്യൻ പ്രസ്റ്റീജ്. അങ്ങനെ 4 ടക്ക്, അതായത് ഓഷ്യൻ പ്രസ്റ്റീജ്, ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35, ഇങ്ങനെ 4 ടക്ക് ബോട്ടുകളുടെ അകമ്പടിയോടെയാണ് MSC ഇവ നമ്മൾ ഈ കാണുന്ന പോർട്ടിലെ പൈലറ്റായ തുഷാർ അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം തന്നെ MSC ഇവയെപ്പോലുള്ള ധാരാളം മദർഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നതും ഇനി വരാൻ പോകുന്നതും. എല്ലാ പോർട്ടിലും പോർട്ടിലെ പൈലറ്റ് തന്നെയാണ് ഷിപ്പിനെ നമ്മൾ ഈ കാണുന്ന ബർത്തിലേക്ക് എത്തിക്കുന്നത്. ഷിപ്പ് ഇപ്പോൾ ചേർന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഷിപ്പ് വളരെ അധികം ചേർന്ന് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സൂം ഒന്നും ചെയ്യാതെ തന്നെ വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. MSC കൈലിയും MSC ഡയലയും MSC ഓറിയോണും ഇതുപോലെ തന്നെയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബർത്ത് ചെയ്തിട്ടുള്ളത്. അതേ കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതും. ഓരോ വ്യത്യസ്ത സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭാഗത്തു നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബർത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. നമുക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് ഏതാണ്ട്, അതായത് ബ്രേക്ക് വാട്ടർ എൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ പേരിലടിക്കുന്ന ആ പോർഷന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ 1 കിലോമീറ്ററോളം വീതിയാണ് നമ്മൾ ഈ കാണുന്ന ബർത്തിനും ബ്രേക്ക് വാട്ടറിനും തമ്മിൽ. സാവധാനം നമ്മൾ ഈ കാണുന്ന MSC ഇവ ബർത്തിലേക്ക് അടുക്കുന്ന കാഴ്ച. ധാരാളം കണ്ടെയ്നറാണ് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിലെ യാർഡ് പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ 8 STS ക്രെയിൻ്റെ ബൂമുകൾ പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിട്ടുണ്ട്. യാർഡ് ക്രെയിനുകളെയും അല്ലെങ്കിൽ കാൻഡിലിവർ റൈൻമെൻറ്റ് ഗ്രാൻഡി ക്രെയിനുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഗ്രാൻഡി ക്രെയിനുകളാവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക്കും STS ക്രെയിനുകളാവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അങ്ങനെ നമ്മൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് തന്നെയാണ്. ധാരാളം വിശേഷണങ്ങളുള്ള പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിൻ്റെ ലിസ്റ്റുകളിൽ ടോപ്പ് 5 ആഴക്കടൽ പോർട്ടിൻ്റെ വേൾഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രം വരണം. ഫസ്റ്റിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിലെ സിൻസ് പോർട്ടാണ്. ആ പോർട്ടിലേക്കാണ് നമ്മളെ ഈ തൊട്ട് മുന്നേ സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും കയറാത്ത MSCയുടെ ക്ലൗഡ് ജെറാഡ് എന്ന് പറയുന്ന കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിന് ശേഷം സിൻസ് പോർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട്. അത് കഴിഞ്ഞാൽ അടുത്ത് ചൈനയിലെ പോർട്ടുകളാണ്. അതും കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനും ഉറപ്പായിട്ടും ആ പറയുന്ന ലിസ്റ്റിൽ ഇടം പിടിക്കാനായി സാധിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ട്രയൽ റണ്ണാണ്. ട്രയൽ റൺ പൂർണ്ണമായാൽ മാത്രമാണ് അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഈസ്റ്റ് വെസ്റ്റ് സിൽക്ക് റൂട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള പോർട്ട് 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്. അങ്ങനെ ധാരാളം വിശേഷണങ്ങളാണ് വിഴിഞ്ഞം പോർട്ടിനുള്ളത്. ഇവിടെ നമ്മൾ ഈ പറയും പോലെ കടൽ കയറ്റം, കടലിറക്കം, അതുമാത്രമല്ല ഈ പറയുന്ന ഡ്രഡ്ജിങ്ങിന് കൂടുതൽ ആവശ്യമായി വരുന്നില്ല.
കാരണം നമ്മൾ അന്ന് ട്രഡ്ജ് ചെയ്ത് പോയതാണ്. അതിനുശേഷം ഇതുവരെ ട്രഡ്ജിങ് മെഷീനോ ട്രഡ്ജറോ ഈ ഭാഗത്തൊന്നും കാണാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴായിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ യാർഡ് പോർഷൻ്റെ സ്ഥാനത്ത് ട്രഡ്ജർ മെഷീൻ്റെ ഓസ് മടക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരിക്കൽ മാത്രമാണ് ട്രഡ്ജ് ചെയ്തിട്ടുള്ളത്, അതിനുശേഷം ട്രഡ്ജ് ചെയ്തിട്ടില്ല. പക്ഷേ 16.7 മീറ്റർ വരെ അല്ലെങ്കിൽ 16.5 മീറ്റർ വരെയുള്ള കപ്പലുകൾക്ക് വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാൻ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ ഈ ഭാഗത്തല്ല, നമ്മൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം ഹെവി റോക്കുകളാണുള്ളത്. അതായത് മണൽ അടിഞ്ഞു കൂടില്ല വിഴിഞ്ഞം പോർട്ടിനകത്ത് എന്ന് തന്നെ നിഷ്പ്രയാസം സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന MSC ഇവ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബെർത്ത് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.